തുറമുഖത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് റഡാർ സിഗ്നലിൽ നിന്ന് നീല സിഗ്നൽ ലഭിച്ചത്. മനുഷ്യ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സിഗ്നൽ എത്തിയതോടെ കൈയും മെയ്യും മറന്ന തെരച്ചിൽ ഊർജിതമാക്കി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാത്രി വൈകിയും തെരഞ്ഞെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. മേലെ മുണ്ടക്കയിലെ യൂനിസിന്റെ വീട്ടിലെ അടുക്കള ഭാഗത്തു നിന്നാണ് വൈകിട്ട് റഡാർ പരിശോധനയിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് നീല സിഗ്നലുകൾ കണ്ടെത്തുന്നത്. തകർന്ന് നിലംപൊത്താറായ ആ വീട്ടിൽ ഇനി കണ്ടെത്താനുള്ളത് യൂനിസിന്റെ പിതാവിനെയും സഹോദരൻ നാസറിനെയും. ശ്വാസത്തിന്റെ നീലവെളിച്ചം മണിക്കൂറുകളോളം പകർന്നു നൽകിയത് വലിയ പ്രതീക്ഷ. വീടിന് താഴേക്കൂടി ഒഴുകുന്ന അഴുക്കുചാലിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ ചുണക്കുട്ടികൾ ഇറങ്ങി കല്ലും മണ്ണും മരവുമെല്ലാം നീക്കം ചെയ്തു നൽകി. പരിശോധനയ്ക്കുള്ള കളമൊരുക്കി. രണ്ടാം റഡാർ പരിശോധനയിലും സ്ഥിരതയുള്ള അതേ നീല സിഗ്നൽ. അനക്കമില്ല, പക്ഷേ ശ്വാസം മാത്രം. അപ്പോഴേക്കും നേരം ഇരുട്ടാൻ തുടങ്ങി. ആ ശ്വാസത്തെ അവിടെ ഉപേക്ഷിച്ചു പോകാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആദ്യ തീരുമാനം. ഒരു ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരുന്ന എല്ലാവരുടെയും നെഞ്ചിൽ തീ കോരിയിട്ടതുപോലൊരു അനുഭവം. ഇങ്ങനെ ഒരു ജീവനെ ഇട്ടേച്ചു പോകാമോ എന്ന് ചിലർ ചോദ്യങ്ങൾ ഉയർത്തി. നിരാശയുടെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട ആ നിമിഷങ്ങളിലൂടെ ഒടുവിൽ വയനാട് കളക്ടറുടെ നിർദ്ദേശമെത്തി. ഈ നിമിഷം മുതൽ ദൗത്യം തുടരണം. ആ സന്ദേശമെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന്. പോയ ഉദ്യോഗസ്ഥർ അതേ വേഗത്തിൽ തിരിച്ചെത്തി. സൈനിക ഉദ്യോഗസ്ഥരും തിരിച്ചെത്തി. ദൗത്യം തുടരുമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീട് ദ്രുതഗതിയിൽ നടപടികൾ. ബന്ധുക്കൾ പറഞ്ഞ അതേ സ്ഥലത്ത് പരിശോധന നടത്തി. ദൗർഭാഗ്യവശാൽ രക്ഷാപ്രവർത്തകർക്ക് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഏതെങ്കിലും ഉരകജീവികളുടേതാകാം ആ ശ്വാസോച്ഛ്വാസമെന്ന് കണ്ടെത്തി. ദൗത്യം ഫലപ്രദമായില്ലെങ്കിലും ഒരു ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചുപിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ച ഇച്ഛാശക്തിയും അത് ഏറ്റെടുത്ത നമ്മുടെ നാടും വലിയ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, വയനാട്.